What's up everyone? So welcome back to my YouTube channel. നമ്മൾ ഇന്നുള്ളത് കാന്തല്ലൂരാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഹോണ്ടയുടെ CB500x ആയിട്ട് നമ്മൾ റൈഡ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റൈഡ് പോയി നമ്മൾ വന്ന് എത്തിയ സ്ഥലം, അതായത് കാന്തല്ലൂരായിരുന്നു നമ്മുടെ ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഒരു സ്റ്റേ ഒക്കെ അടിച്ചു. അപ്പോൾ അതിൻ്റെ നമ്മൾ താമസിച്ചിരുന്നൊരു പ്രോപ്പർട്ടിയാണത്. ഈ പ്രോപ്പർട്ടി ആക്ച്വലി വരുന്നതെന്ന് പറഞ്ഞൊരു 7 ഏക്കറിന് താഴെയുള്ളൊരു പ്രോപ്പർട്ടി, അതായത് 6 to 7 ഏക്കേഴ്സിനുള്ളിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ അതിലൊരു ചെറിയ കോട്ടേജ് ആണത്. അപ്പോൾ നമ്മളിവിടെയാണ് താമസിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി നമ്മുടെ കൂടെ ഞാനും എൻ്റെ വൈഫുമാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമ്മുടെ 2 ഫ്രണ്ട്സും കൂടി വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പ്രോപ്പർട്ടിയെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ആക്ച്വലി കാന്തല്ലൂരാണ്, പ്രോപ്പർ കാന്തല്ലൂർ തന്നെയാണ്. കുളത്തിവയൽ വില്ലേജിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോ തന്നെ കാണാം. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമ്മൾ കാന്തല്ലൂർ ഈ പ്രോപ്പർട്ടിയിലേക്ക് പോകുന്നത് മൂന്നാർ ടൗണിൽ നിന്ന് പാലം കയറാതെ തന്നെ ഉള്ള ലെഫ്റ്റ് എടുക്കുക, അതായത് മറയൂർ റൂട്ട് എടുത്തിട്ട് മറയൂർക്ക് ഏകദേശം ഒരു 40 കിലോമീറ്റേഴ്സ് ഉണ്ട്. മറയൂരിൽ നിന്ന് റൈറ്റ്, ചിന്നാർ നേരെ റൈറ്റ് കാന്തല്ലൂർ. അവിടെ നിന്ന് ചെന്ന് കഴിയുമ്പോൾ കോവിൽക്കടവ് നിന്ന് കുറച്ചും കൂടി ദൂരം ചെന്ന് കഴിയുമ്പോഴാണ് കാന്തല്ലൂർ. നമുക്ക് കാന്തല്ലൂർ അവിടുത്തെ പഞ്ചായത്ത് ഓഫീസുണ്ട്. പഞ്ചായത്ത് ഓഫീസിൻ്റെ ഓപ്പോസിറ്റ് താഴത്തോട്ടുള്ള വഴിയാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ മെയിനായിട്ടുള്ളത് എരവികുളം നാഷണൽ പാർക്കുണ്ട്. നമുക്ക് വരയാടിനെയൊക്കെ കാണാനായിട്ട്. അത് മൂന്നാറിൽ നിന്ന് ഒരു 10-12 കിലോമീറ്റർ വരുമ്പോൾ ഇവിടെ അതിനുള്ളൊരു സെറ്റപ്പ് ഉണ്ട് നമുക്ക്. പിന്നെ അതിന് ശേഷം നമുക്കിവിടെ ഒരു ചെറിയൊരു വാട്ടർഫോൾസ് ഉണ്ട്, ലക്കം വാട്ടർഫോൾസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പിന്നെ ഉള്ളത് മെയിനായിട്ട് മറയൂർ ചന്ദനക്കാട്. അപ്പോൾ നമുക്ക് ഭാഗ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആനിമൽസിന് എന്തെങ്കിലുമൊക്കെ സൈറ്റ് ചെയ്യാൻ പറ്റും. മാനുണ്ടാവാറുണ്ട്, ചിലപ്പോൾ കാട്ടുപോത്തൊക്കെ നമുക്ക് സൈറ്റ് ചെയ്യാൻ പറ്റാറുണ്ട് ഇടയ്ക്ക്. നമ്മളിത് മറയൂർ ടൗണൊക്കെ ക്രോസ് ചെയ്തിട്ട് കാന്തല്ലൂർക്ക് പോകാനുള്ള ഒരു ഇങ്ങനെ സെറ്റപ്പിലാണ്. അപ്പോൾ മറയൂർ ടൗൺ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ നമുക്ക് റൈറ്റാണ് എടുക്കേണ്ടത്. സ്ട്രെയിറ്റ് പോയ ചിന്നാറാണ്. ഇപ്പോൾ മറയൂരിൽ നിന്ന് പെട്രോൾ അടിക്കേണ്ടവർ പെട്രോൾ അടിക്കുക, കാരണം പിന്നെ ഒരു പെട്രോൾ പമ്പ് ആ ഭാഗത്തേക്കില്ല. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ആ പെട്രോൾ പമ്പ് വരുന്നത്. ഇവിടെ നിന്ന് ഈ റൈറ്റാണ് നമുക്ക് എടുക്കേണ്ടത്. സ്ട്രെയിറ്റ് പോയ ചിന്നാർ, റൈറ്റ് കാന്തല്ലൂർ. ഇതാണിപ്പോൾ നമ്മൾ വന്ന സ്ഥലം, കോവിൽക്കടവ്. നമ്മൾ കോവിൽക്കടവ് നിന്ന് തിരിഞ്ഞിങ്ങോട്ട് വന്നു കഴിയുമ്പോൾ കാന്തല്ലൂർ എത്തുന്നതിന് മുമ്പ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പഞ്ചായത്ത് ഓഫീസ് കാണാം, ഒരു മഞ്ഞ ബിൽഡിങ്. അതിനോട് ചേർന്ന് റൈറ്റിലോട്ട് നമുക്ക് താഴത്തേക്ക് കുളച്ചിവയലും നാക്കപ്പെട്ടി കോളനി എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് റൈറ്റിൽ ഇങ്ങോട്ട് താഴത്തേക്ക് ഒരു വഴി കാണാൻ പറ്റും. ഇവിടെ ഒരു മരത്തിനോട് ചേർന്ന്. ഇതാണ് നമുക്ക് പോകാനുള്ള റോഡ്. ഈ ടോപ്പിലോട്ടുള്ള റിസോർട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു കഷ്ടി ഒരു 200 മീറ്റേഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ പോകുന്ന ലൊക്കേഷനിലേക്കുള്ളത്. ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയൊരു ഹമ്പൊക്കെ ഉണ്ട് ഇവിടെ. ഹമ്പ് കഴിഞ്ഞ് ഈ വളവ് കഴിയുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ പ്രോപ്പർട്ടി. ജസ്റ്റ് താഴത്തോട്ടുള്ളൊരു ഇറക്കമാണ്, പക്ഷെ നോക്കി ഇവിടെ നിന്ന് ഇറക്കണം. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. അപ്പോൾ നമ്മൾ ബൈക്കൊക്കെ ഇവിടെ പാർക്ക് ചെയ്തു. നമുക്ക് നൈസായിട്ട് താഴത്തേക്ക് ഇറങ്ങാം. ഇതാണ് പ്രോപ്പർട്ടി വരുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ്.
അപ്പോൾ നമ്മുടെ ക്യാമ്പ് ഫയർ സെറ്റപ്പാണിത്. ഇവിടെ ഇങ്ങനെ ചെറിയൊരു സ്പേസ് ഇങ്ങനെ നമുക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നൈറ്റ് ഇവിടെയൊക്കെ ആയിരിക്കും പരിപാടി ഉള്ളത്. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടിയിൽ ഇങ്ങനെ ജസ്റ്റ് നടന്നു പോകാനുള്ള ഒരു സ്പേസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. നമുക്ക് ആക്ച്വലി ഒരു 2 BHK സെറ്റപ്പാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതായത് 2 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂംസ് ആണ്. പിന്നെ ഒരു ഹോളുണ്ട്. ഹോളിൻ്റെ അകത്ത് ഒരു നമുക്ക് ഡൈനിങ് സ്പേസും അതേപോലെ തന്നെ ഒരു ചെറിയ ബെഡ്റൂം സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് റൂമും ഉണ്ട്. പിന്നെ പുറത്തൊരു ചെറിയ റൂം നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചേക്കുന്ന ഒരു ഏരിയയാണിത്. അപ്പോൾ നമുക്ക് അകത്തൊന്ന് കയറി നോക്കാം. അറ്റാച്ച്ഡ് ബാത്റൂമുള്ളൊരു ബെഡ്റൂമാണിത്. അതേപോലത്തെ രണ്ടാമത്തെ അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ബെഡ്റൂമാണിത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഒരു കിച്ചൺ ഉള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർക്ക് ഫുഡ് ഉണ്ടാക്കി തരണമെങ്കിൽ ഉണ്ടാക്കി തരാം. ഇല്ലെങ്കിൽ നമുക്ക് പുറത്ത് മേടിക്കണമെങ്കിൽ നമുക്ക് മേടിക്കാം. അപ്പോൾ എന്തിനുള്ള സെറ്റപ്പ് ഉണ്ട്. ഒരു ഫ്രിഡ്ജൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് കുക്ക് ചെയ്തിട്ടുണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ഒരു സെറ്റപ്പും എല്ലാം ഉണ്ട്. കുക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഒരു സിംഗിളായിട്ടുള്ള റൂമുണ്ട് ഇവിടെ. പിന്നെ ഡൈനിങ് സ്പേസ് ഉണ്ട്. അപ്പോൾ ഡൈനിങ് സ്പേസിൻ്റെ കൂടെ തന്നെ ഒരു എക്സ്ട്രാ ബെഡുണ്ട്. നമുക്ക് ഇൻ കേസ് ഇപ്പോൾ കിടക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ളൊരു സെറ്റപ്പ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ വാഷ് ബേസിൻ, അതേപോലെ TV ഉണ്ട് ഇവിടെ. പ്രോപ്പർട്ടി സംഭവം ഒരു ചെറിയൊരു കോട്ടേജ് ആണ്. പക്ഷേ നമുക്ക് ഓവറോൾ ഒരു 6 to 7 ഏക്കേഴ്സ് ലാൻഡ് ഉണ്ട് മൊത്തത്തിൽ. ഇതാണ് നമ്മുടെ സ്ഥലം വരുന്നത്. ഞങ്ങളിപ്പോൾ 2 പേര് എത്തിയിട്ടുള്ളൂ. ബാക്കി 2 പേര് ഓൺ ദി വേ ആണ്. അപ്പോൾ നമുക്ക് 2 ബാത്റൂമിലും വാട്ടർ ഹീറ്റേഴ്സ് ഉണ്ട്. ഈ വഴി പോയി കഴിഞ്ഞാൽ താഴത്തോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. കുറച്ചങ്ങോട്ട് പോകാൻ പറ്റും. ഹാപ്പിക്കുരു, മരത്തക്കാളി, പിന്നെ പാഷൻ ഫ്രൂട്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ബട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു സീസൺ അല്ലാന്ന് തോന്നുന്നു. പിന്നെ ഏലം, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പണ്ടൊക്കെ വന്ന സമയത്ത് കുറേയൊക്കെ നമ്മൾ കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്ന്. മറ്റേ പാഷൻ ഫ്രൂട്ട് ആണെങ്കിലും അതെ. പാഷൻ ഫ്രൂട്ട് എനിക്ക് നമ്മുടെ പ്രോപ്പർട്ടി ഇവിടെ ഈ പ്രോപ്പർട്ടിയിൽ അധികമില്ല. പിന്നെ താഴത്തോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ട് നമുക്ക് ഇറങ്ങി പോവാം. കുറച്ച് ആ ഒരു പോർഷനിലേക്ക് നമുക്ക് നടക്കാനുണ്ട്. ഒക്കെ പേരക്കയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട്. പിന്നെ ഉള്ളൊരു ഇതെന്ന് വരുന്ന മരത്തക്കാളി, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ മെയിൻലി നമുക്ക് കാന്തല്ലൂർ ഈ ഒരു ഏരിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആപ്പിളുണ്ട്, സ്ട്രോബെറി, കുറേ തോട്ടങ്ങൾ ഇവിടെ ഉണ്ട്. പച്ചക്കറി ഇപ്പോൾ നമ്മൾ വട്ടവട പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് സാധനങ്ങളും എല്ലാം കിട്ടുന്ന ഒരു ഏരിയയാണ് ഈ കാന്തല്ലൂർ എന്ന് പറയുന്നത്. അപ്പോൾ അതേ നമുക്ക് ഹെൽപ്പിനായിട്ട് ഗണപതി തന്നെ ഉണ്ട്. നല്ലൊരു ചെറിയ ചിക്കൻ കറിയും ചോറുമാണ് നമ്മുടെ നൈറ്റ് ഡിന്നർ ഫുഡ് ഉള്ളത്. അതിൻ്റെ കൂടെ ചെറിയൊരു ഗ്രില്ല് പരിപാടിയുണ്ട്. നമുക്ക് രാവിലെ അതിൻ്റെ കൂടെ ഒരു പുട്ടും കടലയാണ് നമുക്ക് ഡിഷ്. നമ്മൾ തന്നെയാണ് ഡിഷ് പറയുന്നത്. നമുക്ക് എന്താണ് വേണ്ടത് നമുക്ക് അതിന് സെറ്റ് ചെയ്യാം. അപ്പോൾ പ്രിപ്പറേഷൻസ് നടക്കുന്നു. നമ്മുടെ ക്യാമ്പ് ഫയർ ഏരിയ ആണിത്. സംഭവം അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളിവിടെ എല്ലാം സെറ്റ് ചെയ്ത് നമ്മളിവിടെ അങ്ങോട്ട് വന്നിരിക്കും. സംഭവം ഒരു ഇൻഡിപെൻഡൻറ്റ് കോട്ടേജ് ആയതുകൊണ്ട് ഇതിൽ തിരക്കും കാര്യങ്ങളും ഇല്ല. നമ്മൾ ശല്യം ചെയ്യാൻ ആരുമില്ല. അടിപൊളിയായിട്ട് ഇവിടെ ഇരിക്കാം. അപ്പോൾ നമ്മുടെ ചോറും ചിക്കൻ കറിയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കറി ചുമ്മാ ഒന്ന് പൊക്കി നോക്കാം. തിളയ്ക്കുന്നുണ്ട്, ഇങ്ങനെ സെറ്റായി വരുന്നേ ഉള്ളൂ. നോക്കാം. ക്യാമ്പ് ഫയറും സെറ്റപ്പൊക്കെ ആയത്. സുധി വന്ന് സുധി കുറച്ച് ലേറ്റായിപ്പോയി. അതിന് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തീർത്തേനെ. പിന്നെ വൈഫൈ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നു. കൊള്ളാം സംഭവം. നമുക്കിനി ഗ്രില്ല് സെറ്റപ്പൊക്കെ കഴിഞ്ഞ് നൈറ്റ് ഫുഡ് അടിയൊക്കെ ഉണ്ട്. നമ്മളത് ചെറുതായിട്ട് ഗ്രില്ലൊക്കെ വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ അണഞ്ഞപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്തു. ക്ലൈമറ്റ് നല്ല അടിപൊളി ക്ലൈമറ്റാണ് ഇപ്പോൾ. നല്ല തണുപ്പുണ്ട്.
സോ ഗൈസ് നമ്മൾ ഇന്നലെ ഇവിടെ ഈ കോട്ടേജിൽ മിസ്റ്റി ഗ്രീൻ കോട്ടേജിലാണ് ഇന്നലെ സ്റ്റേ അടിച്ചത്. അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതേ രാവിലെ ആണെങ്കിൽ നമ്മൾ കണ്ണ് മിഴിച്ച് എണീറ്റ് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്. നല്ല തണുപ്പ് ഇപ്പോഴും ഉണ്ട്. ഇന്നലെ സുധി എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഒരു 8 o'clock ആയി രാത്രി എത്തിയപ്പോൾ. കാരണം അവിടെ നിന്ന് രാവിലെ ഇറങ്ങിയപ്പോൾ ലേറ്റ് ആയിപ്പോയി. അപ്പോൾ അതേ സുധി നമ്മളുണ്ട്. സുധി ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്? ക്ലൈമറ്റൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയും സുധി. ക്ലൈമറ്റ് ഒക്കെ കിടലായിട്ടുണ്ട്. കാരണം നല്ല നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ചുറ്റുവട്ടമൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പം എന്തായാലും രാവിലെ എണ്ണീറ്റ് കഴിഞ്ഞപ്പോഴും ഇതാണ് വ്യൂ, പറഞ്ഞ പോലെ ഇത്രയും വ്യൂ കിട്ടുന്നുണ്ട്. അതാണെങ്കിൽ തന്നെ നല്ല തണുപ്പുണ്ട്. നല്ല നൈറ്റും നല്ല തണുപ്പായിരുന്നു. പിന്നെ അത്യാവശ്യം 2-3 കാട്ടുപോത്തുകളൊക്കെ കണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റി. കിട്ടില്ലായിരുന്നു നമ്മുടെ വന്ന റോട്ടി. ഇനിയിപ്പോൾ രാവിലെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഇത്രയും വ്യൂ ഇതാണ്, ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇതൊക്കെ കിട്ടില്ല. അതൊന്നും നമുക്ക് നൈറ്റ് കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പം എന്തായാലും ഇപ്പോൾ ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് സ്ഥലം കൂടെ കയറാനുണ്ട്. അപ്പം ഇവിടെ ഈ ഏരിയ തന്നെ കുറേ സ്ഥലങ്ങളുണ്ടെന്ന് പറയുന്നത്. അപ്പം തമ്പുരായിട്ട് നേരെ ഇങ്ങോട്ടേക്ക് പോവുക, കുറച്ച് സ്ഥലങ്ങൾ കവർ ചെയ്യാം. കാരണം ഇവിടെ അത്യാവശ്യം നമുക്ക് ഒരു ദിവസം കംപ്ലീറ്റ് സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഈ ഒരു ഏരിയയിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഒരു സ്ഥലത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അത് നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു ട്രീ ഹൗസാണ്. ഒരു ട്രീ ഹൗസിൻ്റെ കൂടെ ഒരു വ്യൂ പോയിന്റ്, സൺസെറ്റ് പോയിൻ്റാണ്. നമ്മുടെ ഭ്രമരം സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണത്. അപ്പോൾ അവിടെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ കാന്തല്ലൂർ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. ചെറിയൊരു വാട്ടർഫോൾസാണ്. ഇപ്പോൾ കുറച്ച് വെള്ളം കുറവാണെന്നാണ് കേട്ടത്. പിന്നെ കീഴാന്തൂർ ഫോൾസ് ഉണ്ട്, വാട്ടർഫോൾസ് തന്നെ. പിന്നെ മുരുകൻപാറ, അങ്ങനെ കുറേ ലൊക്കേഷൻസ് ഈ ഒരു ഏരിയ തന്നെ, ഒരു 10 കിലോമീറ്റർ ലൊക്കേഷനിൽ തന്നെ, ഏരിയ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് കാന്തല്ലൂർ എൻഡ് ചെയ്യുന്ന അടുത്തുനിന്ന് ഒരു ഫോറസ്റ്റ് ട്രെയിൽ ഉണ്ട്. അത് ആക്ച്വലി ഇവിടുത്തെ ജീപ്പുകാർക്ക് മാത്രമേ ആക്സസ് ഉള്ളൂ. നമുക്ക് അതിൽ വേണമെങ്കിൽ കയറി പോകാൻ പറ്റും. അത് ആക്ച്വലി അത് ചെന്നെത്തുന്നത് ശരിക്കും നമ്മുടെ വട്ടവട ആ സൈഡിലാണ് ശരിക്കും ചെന്നെത്തുന്നത്. എക്സാക്ട്ലി ആ ഒരു ഫോറസ്റ്റ് ഏരിയയിലാണ് പോയി എത്തുന്നത്. അപ്പോൾ പക്ഷെ നമുക്കത് ആക്സസ് ഇല്ല. നമുക്ക് ജീപ്പ് വഴിയേ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഫുള്ളി അങ്ങോട്ട് എത്താനും ഒരു അലോ ഇല്ല. കുറച്ച് പോയി ഒരു ജീപ്പ് ട്രെയിൽ ആ ഒരു ഫണ്ണൊക്കെ ചെയ്ത് നമുക്ക് തിരിച്ചു വരാം. പിന്നെ കുറച്ച് ജീപ്പിന് തന്നെ പോകാൻ പറ്റിയ കുറച്ച് ഓഫ് റോഡ് ട്രെയിൽസ് ഉണ്ട് ഇവിടെ. അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം സെപ്പറേറ്റ് ഇതിന് വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാക്കാം. ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഇപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് 2-3 സ്ഥലങ്ങൾ ഇത് കണ്ടിട്ട് തിരിച്ച് ഞങ്ങൾ വേറെ റൂട്ടാണ് ഇവിടുന്ന് വന്ന വഴി ആയിരിക്കില്ല വന്നത്. നോർമലി കൊച്ചി നമ്മൾ നേരെ അടിമാലി ആ വഴിയാണ് വന്നത്. അപ്പോൾ ഇപ്രാവശ്യം ചിലപ്പോൾ റൂട്ട് മാറ്റി പിടിച്ച് തിരിച്ച് വേറെ വഴിയായിരിക്കും പോകുന്നത്. ഇവിടുന്ന് ചിന്നാർ റൂട്ടുണ്ട്. അതായത് കാന്തല്ലൂരിൽ നിന്ന് ചിന്നാർ പോവുക, മറയൂർ പോവുക, മറയൂരിൽ ചിന്നാർ ഉടുമ്പൽപേട്ട് അങ്ങനെ കറങ്ങാം. ഇപ്പോൾ ചിലപ്പോൾ ആ വഴിയായിരിക്കും എടുക്കുന്നത്. അത് ഇവിടുന്ന് രാവിലെ ഇറങ്ങുന്ന പോലെ ഇരിക്കും, ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങുന്ന പോലെ ഇരിക്കും. അപ്പോൾ ബാക്കി എന്തായാലും നമുക്ക് വീഡിയോസിൽ കാണാം. സോ ഗൈസ് നമ്മൾ മിസ്റ്റി ഗ്രീൻ കോട്ടേജ് നമ്മളിന്ന് ഇറങ്ങുകയാണ്. നമ്മൾ രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ പാക്കിംഗ് പരിപാടി കാര്യങ്ങളൊക്കെ അടിഞ്ഞ് റെഡി ആവണം. നമ്മൾ നേരത്തെ ഇറങ്ങുകയാണ്, കുറച്ച് നേരത്തെ ഇറങ്ങുകയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വേറെ വഴിയാണ് പോകുന്നത്. നമ്മൾ വന്ന വഴിയല്ല, റിട്ടേൺ വേറെ റൂട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടുന്നതാണ്. സോ ഈ ഒരു കോട്ടേജിനെ കുറിച്ചും അല്ലെങ്കിൽ ഇവിടെ വരാനോ അങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ജസ്റ്റ് ഇവിടെ പുള്ളിനെ വിളിച്ചാൽ മതി. ഇവിടെ ഗണപതി എന്ന് പറഞ്ഞൊരു സ്റ്റാഫും ഉണ്ട്. പുള്ളിയാണ് ഞങ്ങൾക്ക് ഇന്നലെ ഫുഡും കാര്യങ്ങളൊക്കെ നൈറ്റ് പ്രിപ്പയർ ചെയ്ത് തന്നത്. ഗ്രില്ലും എല്ലാം അതിന് വേണ്ടിയിട്ടൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ടെല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ട് പുള്ളി പോയി. പക്ഷേ ബാക്കി നമ്മൾ തന്നെയാണ് കംപ്ലീറ്റ് എല്ലാം സെറ്റാക്കി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങിയത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദിസ് ഇസ് Thumperman signing off. Bye guys.